പത്തനംതിട്ട നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ 5 UDF നേടി. മുസ്ലിം ലീഗിന്റെ സഹീർ ധനകാര്യവും കോൺഗ്രസിന്റെ ആശാ മോഹൻരാജ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും അൻസാർ മുഹമ്മദ് ക്ഷേമകാര്യം, സജിനി മോഹൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, CK അർജുനൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നിവയാണ് UDF പിടിച്ചെടുത്തത്. എന്നാൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മാത്രമേ LDFന് ലഭിച്ചുള്ളൂ. നഗരസഭയുടെ വികസന മുന്നേറ്റ പ്രാധാന്യം നൽകുകയെന്ന് UDF പറഞ്ഞു. UDF പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് A സുരേഷ് കുമാറാണ് പറഞ്ഞത്. അത്രയധികം ഉജ്ജ്വലമായ ഒരു വിജയം ഈ തെരഞ്ഞെടുപ്പിൽ UDFന് ജനങ്ങൾ നൽകിയതുകൊണ്ടാണ് ഇത്രയധികം സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ. ഇപ്പോൾ വൈസ് ചെയർമാനാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അപ്പോൾ 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും UDFന് ലഭിച്ചിരിക്കുന്നു. നമ്മുടെ ഭരണം സുഗമമാക്കി കൊണ്ടുപോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമിതികളാണ് ഈ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് കൃത്യമായി നഗരത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജനങ്ങളുമായി സംവദിച്ച് അവരുടെ ആശയങ്ങളും അഭിലാഷങ്ങളും സ്വീകരിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്.